ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അന്ന് ഞാൻ അവിടെ എത്തുകയും എന്നെ നമ്മുടെ നേതാക്കന്മാർ വിളിക്കുകയും അങ്ങനെ നിങ്ങൾ ഒരു ഓർഗാനിക് വർക്കറാണ്. അല്ല, ഞാൻ അതൊന്ന് ചോദിക്കട്ടെ. ഞങ്ങളിവിടെ മാധ്യമപ്രവർത്തനത്തിനിടയ്ക്ക് കുറച്ച് ജോലിയൊക്കെ ചെയ്തിരുന്നു. ഞങ്ങൾ സുരേഷ് ഗോപി ഒരു 3 വട്ടം മന്ത്രിയാക്കി, പിന്നെ മാറ്റിയായിരുന്നു. അത് കഴിഞ്ഞ് കെ സുരേന്ദ്രനെ കുറച്ച് പേര് രാജ്യസഭയിൽ എത്തിച്ചിരുന്നു. വി മുരളീധരനെ സംസ്ഥാന പ്രസിഡന്റാക്കിയിരുന്നു. ശോഭാ സുരേന്ദ്രനെ മന്ത്രി മിക്കവാറും ഒക്കെ ആക്കിയിരുന്നു. ഇതൊരു മനുഷ്യരും അറിയുന്നത് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചായ സൽക്കാരത്തിന് ജോർജ് കുര്യൻ കടന്നു വരുന്നു. അപ്പോഴാണ് ക്വസ്റ്റ്യൻ മാർക്കിട്ട് ഇതെങ്ങനെ ഈ രഹസ്യമായി കാത്തു സൂക്ഷിച്ചു, അങ്ങ് അറിഞ്ഞത് എപ്പോഴും? ഈ അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സിന് ഞാൻ പോകാറുണ്ട് ഡൽഹിയിലെ. സത്യപ്രതിജ്ഞയ്ക്ക് കേരളത്തിൽ നിന്ന് വരുന്ന പ്രവർത്തകരെ എയർപോർട്ടിൽ അതാണ് അറേഞ്ച്മെൻറ്റ്. അവരെ കൊണ്ടുപോവുക, അവരെ ഹോട്ടലിൽ താമസിപ്പിക്കുക, അവരുടെ ഭക്ഷണം നോക്കുക, അവർക്ക് വേണ്ടിയുള്ള വാഹനങ്ങൾ ഏർപ്പെടുത്തുക, അങ്ങനെയുള്ള ഒരു നടപടിയാണ്. ഇപ്രാവശ്യം എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നുകൊണ്ട് ഞാനല്ല പോയത്, കൃഷ്ണകുമാറാണ് പോയത്, പാലക്കാട്ടെ. അതെനിക്ക് വന്ന് വ്യാഴാഴ്ചയാണ് പോയത്. അപ്പോൾ വ്യാഴാഴ്ച രാവിലെ 7 മണിക്ക് എനിക്കൊരു ഫോൺ വന്നു കൃഷ്ണകുമാറിൻ്റെ. ഞാനിന്ന് പോകുകയാണ്, നിങ്ങളും വരണം എന്ന് പറഞ്ഞുകൊണ്ട്. വ്യാഴാഴ്ച പോകാനിരുന്നതല്ല? അല്ലല്ല, ഞാൻ പോകാനിരുന്നതല്ല. ഞാനന്ന് ഇപ്രാവശ്യം സത്യപ്രതിജ്ഞയ്ക്ക് പോകണമെന്ന് തന്നെ എന്നെ ആദ്യം വിളിച്ചപ്പോൾ ഞാൻ നോക്കട്ടെ എന്നൊക്കെയാണ് പറഞ്ഞു. അപ്പോൾ കൃഷ്ണകുമാർ എന്നോട് പറഞ്ഞു നിങ്ങൾ ഉടനെ വരണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഏതായാലും ഞാൻ ഞായറാഴ്ച രാവിലെ അവിടെ എത്തുന്നു. പിന്നെ അവിടുന്ന് എല്ലാവരെയും വിളിക്കും, ലിസ്റ്റിലുള്ള എല്ലാവരെയും വിളിക്കും, വരുന്നില്ലേ, എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ സാറിന് എല്ലാവരെയും വിളിച്ച് ചോദിക്കുന്നതോടെ എന്നെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഞാൻ അവിടെ എത്തിയ അവസരത്തിൽ എയർപോർട്ടിൽ 7:30 എത്തി. എയർപോർട്ടിൽ 7:30 എത്തുന്ന അവസരത്തിൽ അവിടെ എനിക്കൊരു ഫോൺ വന്നു. അവിടെ ഡൽഹിയിലെ ഒരു സാധാരണ ഒരു നേതാവ് വിളിച്ചിട്ട് നമ്മുടെ ഒരു ടോപ്പ് ലീഡറിൻ്റെ പേര് പറഞ്ഞിട്ട് 9 മണിക്ക് അവിടെ എത്തണമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം, ഞാനവിടുത്തെ അറേഞ്ച്മെൻറ്റിൻ്റെ കാര്യം പറയാനായിരിക്കും, അപ്പോൾ ആണ് അദ്ദേഹം പറയുന്നത്, എന്നെപ്പറ്റിയാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നി. അപ്പോൾ ഞാൻ അവിടുത്തെ എന്തെങ്കിലും ഈ മന്ത്രിസഭാ പുനഃസംഘടനയുടെ കൂടെ സംഘടനാപരമായിട്ട് വല്ല കാര്യമായിരിക്കും പറയുന്നത്. സംഘടനാപരമായിട്ടുള്ള കാര്യമാണ് എന്നോട് പറഞ്ഞത്. നിങ്ങൾ ഒരു ബേസിക് വർക്കറാണ്, അത് തന്നെയല്ല നിങ്ങൾ 40 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു, അതിൻ്റെ അകത്ത് സ്ഥാനം കിട്ടുന്നുണ്ടോ ഇല്ലയോ, ഏത് സ്ഥാനമാണ് കിട്ടുന്നത്, വലുതാണോ ചെറുതാണെന്നൊന്നും നോക്കുന്നില്ല, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, അത് ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പ്രവർത്തകർക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്രയാണ് ആ നേതാവ് പറഞ്ഞത്. ആ നേതാവ് അത് കഴിഞ്ഞിട്ട് പറഞ്ഞു വേറൊരു നേതാവിൻ്റെ അടുത്ത്, ഏറ്റവും ടോപ്പ് ലീഡേഴ്സാണത്, വീട്ടിൽ പോകാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നപ്പോൾ അദ്ദേഹം ഏകദേശം ഇതൊക്കെ പറഞ്ഞു, നമസ്കാരം പറഞ്ഞിറങ്ങി. അപ്പോൾ ഞാൻ അവിടുത്തെ പാർട്ടി പോസ്റ്റായിരിക്കും. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മൂന്നാമതൊരു നേതാവ്, ടോപ്പിലുള്ള വേറൊരു നേതാവ് ഫോണിൽ വിളിക്കുന്നു. നിങ്ങൾ 2 പേരെ കണ്ടില്ല, 2 നേതാക്കന്മാരെ കണ്ടു, എന്നാൽ നിങ്ങൾ PM ഹൗസിലേക്ക് പോക്കൂ. ആ PM ആണല്ലോ എല്ലാം തീരുമാനിക്കും, ഞങ്ങളല്ലല്ലോ എന്ന് പറഞ്ഞു. അവിടെ സസ്പെൻസ് നിർത്തുകയാണ്, പക്ഷേ വളരെ രഹസ്യമായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ടാക്സി പിടിച്ചു. എനിക്ക് അന്ന് കേരള ഹൗസിലായിരുന്നു എനിക്ക് അക്കോമഡേഷൻ കിട്ടിയത്. ഈ ഫോൺ വന്നുകൊണ്ട് സത്യത്തിൽ അങ്ങ് പോയതാണ്. അവിടെ ജില്ലാ ഓഫീസ് സെക്രട്ടറി ജയരാജ് അവിടെ ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോയതാണ്. അപ്പോൾ ഈ പത്രക്കാരിങ്ങനെ തപ്പി നടക്കുകയാണല്ലോ ആരെയും മന്ത്രിയാക്കാൻ വേണ്ടി. അപ്പോൾ അവർ ഇങ്ങനെ ക്യാമറയായിട്ട് വന്നു, കേരള ഹൗസിലുള്ളവർ. അപ്പോൾ അവർ നോക്കുന്ന അവസരത്തിൽ ഇത് ടാക്സിയാണ്. മാത്രമല്ല ഈ അവിടുത്തെ ടാക്സിക്കാരൻ്റെ ഒരു സ്വഭാവമുണ്ട്, അവരിങ്ങനെ ഇറങ്ങിയിട്ട് ഇതിലേ വാ ഇങ്ങോട്ട് വാ എന്നൊക്കെ പറയും. അപ്പോൾ ഞാനത് വളരെ വിനയാന്യതനായിട്ട് അനുസരിച്ച് അത് കയറി അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ അവരെന്നോട് ചോദിച്ചു എവിടെ പോകാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പാർട്ടി ഓഫീസിൽ പോകാമെന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിട്ട് PM ഹൗസിൻ്റെ മുമ്പിൽ ഒരു പരിധിക്ക് അപ്പുറത്ത് ക്യാമറക്കാർ നിൽപ്പുണ്ട്. പലരും ആ ഗേറ്റിങ്ങിൽ ഇറങ്ങിയിട്ട് നടന്നു പോവാണ്, അവരെല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഈ ടാക്സിക്കാരനോട് ഞാൻ നിർത്തിക്കൊള്ളാൻ പറഞ്ഞു, അയാൾ നിർത്തിയില്ല. അതിൻ്റെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അയാൾ വളരെ സന്തോഷത്തോടു കൂടി കയറ്റുകയാണ് ഈ PM ഹൗസിലേക്ക്. ഞാൻ പറഞ്ഞു ഇവിടെ നിർത്തി വേണ്ട, അങ്ങ് പോകുന്നിടം വരെ പോകാമെന്ന് പറഞ്ഞു. ഈ ടാക്സിക്കാരൻ അവിടെ ചെന്നിട്ട് അയാൾ നിർത്തി. അപ്പോൾ അയാൾ പറയുക, സാറേ ഞാൻ ഇതിൻ്റെ അകത്ത് പാർക്ക് ചെയ്തിട്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ച് പറയാൻ പോവുകയാണ്, ഞാൻ PM ഹൗസിൽ കയറി. അതുകൊണ്ട് അയാൾ അങ്ങേറ്റം വരെ പോയി. അപ്പോൾ ഇവർക്ക് ക്യാമറ കിട്ടിയില്ല. അത് തന്നെയല്ല, ടാക്സി ആയതുകൊണ്ട് അവർ ശ്രദ്ധിച്ചുമില്ല. അവിടെ ചെന്ന് ഈ PM ഹൗസിൽ നമ്മളൊരു എൻട്രൻസ് കഴിഞ്ഞാൽ ഒരു കാറിലാണ് അവർ കൊണ്ടുവന്നത്, അവിടുത്തെ വാഹനത്തിലാണ് കൊണ്ടുപോകുന്നത്. അതൊരു 500-600 മീറ്റർ കഴിയുമ്പോൾ അവിടെ ഒരു സ്റ്റോപ്പുണ്ട്. അവിടെ നിന്നാണ് പിന്നെ PMൻ്റെ അടുത്ത് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഇത് വാങ്ങിക്കും നമ്മുടെ നിന്ന്, ഫോൺ വാങ്ങിച്ച് വെച്ച് ഒരു ടോക്കൺ തരും. പിന്നെ ഒരു കാറയിലാണ് പിന്നെ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം ടോക്കൺ വാങ്ങിച്ച് വെച്ചു. അത് കഴിഞ്ഞ് അവിടെ ചെന്നപ്പോഴേ PM ഫോട്ടോ എടുത്തു.
എല്ലാവരും നിന്ന് ഫോട്ടോ എടുത്ത് PM പറഞ്ഞ് നിങ്ങളൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടവരാണ്. പലരെ അറിയിച്ചിട്ടുണ്ട്, ചിലരെ നേരത്തെ അറിയിച്ചിട്ടുണ്ട്, ചിലരെ അറിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പിന്നെ അവിടുത്തെ പ്രക്രിയ, അവിടെ സംസാരം എന്താണ് ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഇൻസ്ട്രക്ഷൻ, പിന്നെ കുറച്ച് പേപ്പറുകൾ, അത് കഴിഞ്ഞ് ഭക്ഷണം. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. തിരിച്ചു വന്ന് ഫോൺ വാങ്ങിച്ച് വൈഫിനെ വിളിച്ചപ്പോൾ ഇനി പറയൊന്നും വേണ്ട, ഇവിടെ പത്രക്കാരെല്ലാം ചാനലുകാരെല്ലാം ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഞാൻ കട്ട് ചെയ്തു. കാരണം അവരിനി അത് പിടിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ഞാൻ PM പറഞ്ഞിരുന്നു സത്യപ്രതിജ്ഞ കഴിയുന്നിടം വരെ ഫാമിലിയോടല്ലാതെ വേറെ ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഫോൺ പിന്നെ ഓഫായിപ്പോയെന്ന് തോന്നി, ഞാൻ എടുത്തിട്ടേ ഇല്ല. പിന്നെ സത്യപ്രതിജ്ഞ ഇതാണല്ലോ. ഇപ്പോൾ ഇവർ പത്രക്കാർ ഈ വീഡിയോയിൽ സൂം ചെയ്തിട്ട് അവരത് കണ്ടുപിടിച്ചു, വട്ടത്തിലിട്ടിട്ട് കാണിച്ചു. ചിലർ ഇങ്ങനെ ചോദ്യചിഹ്നം ഇട്ടു, ചിലർ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു. അങ്ങനെയാണ് അത് സംഭവം ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ബാക്കി എന്ന് പറയുന്നത്, അത് കഴിഞ്ഞ് നഡ്ഡാജിയുടെ വീട്ടിലെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു, ഈ മന്ത്രിമാർക്കൊക്കെ ആയിട്ടൊരു ജനറൽ പാർട്ടി. അവിടെ ചെന്ന് നിൽക്കുന്ന അവസരത്തിൽ പാർട്ടിയിലെ മൂന്നാവൻ, ടോപ്പിൽ മൂന്നാവൻ, ഞാൻ നിൽക്കുന്ന സമയത്ത് യുവമോർച്ചയിലുണ്ടായിരുന്ന ഡൽഹിക്കാരായിട്ടുള്ള ഹിന്ദിക്കാരുള്ള കുറച്ച് പേരെൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഈ പാർട്ടിയിലെ മൂന്നാവൻ എൻ്റെ അവിടെ വന്നിട്ട് അവരോട് പറയുക, പേരൊന്നും പറയാതെ, ഒരാൾ സാധാരണ അറേഞ്ച്മെൻറ്റിന് വന്നാണ്, പ്രാവശ്യം അറേഞ്ച്മെൻറ്റിന് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളുടെ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി ഞങ്ങൾ അറേഞ്ച്മെൻറ്റിന് ഓടി നടക്കണ്ടേ. അപ്പോൾ അതോടുകൂടി അതാണ് എൻ്റെ രത്നച്ചുരുക്കം. അതാണ് സംഭവിച്ചത്. ആരുടെയും പേര് പറയാതെ പുള്ളി ഇങ്ങനെ തമാശയായിട്ട് കളിയാക്കി പറഞ്ഞു.